ഹലോ, സുഖാണോ? അങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് കേരളം വരെ പോയി. അപ്പവും ഷാപ്പിലെ ബീഫ് കറിയും പിന്നെ നമ്മുടെ ചട്ടിഫലൂടെയും കഴിച്ച്. എന്നാൽ പിന്നെ സൗത്ത് വിട്ട് നോർത്ത് കയറാമെന്ന് വിചാരിച്ച് പോയതാണ്. നമ്മുടെ സ്വന്തം ബോംബെയിലേക്ക്. അതാണ് നമ്മുടെ ബോംബെ ഫുഡ് ഫാക്ടറി. ചെന്നപ്പോൾ നമ്മുടെ സച്ചിനെയും പിന്നെ ചായവാല ടാക്സിവാല ചേട്ടന്മാരുടെ കുറച്ച് പെയിൻറ്റിങ്സും ഉണ്ടായിരുന്നു. എല്ലാം കൂടി ഒരു ബോംബെ മയം. ഇനി നമ്മുടെ കഥയിലെ കഥാപാത്രങ്ങളാണ് നമ്മുടെ പാനിപ്പൂരി, ബേൽപൂരി, പിന്നെ നമ്മുടെ വടാപ്പാവും പാവ് ബജി. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നേ. മലയാളികളെ അങ്ങനെ കണ്ടില്ല. അതൊക്കെ പോട്ടെ. ഇനി നമ്മുടെ തീറ്റി കലാപരിപാടിയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത പാനിപ്പൂരി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇത്രയാണ് ക്വാണ്ടിറ്റി വരണേ. ഞാൻ വിചാരിച്ച് നമ്മുടെ നാട്ടിലെ അത്രയും ടേസ്റ്റ് ഒന്നും കാണത്തില്ലെന്ന്. പക്ഷേ നൈസായിരുന്നു, ഒന്നും പറയില്ല. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ബേൽപൂരി ആയിരുന്നു. കാണാനൊക്കെ നൈസായിരുന്നു, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, കുറച്ച് ഡ്രൈ ആയിരുന്നു. ഒരു ഇഷ്യൂ ഉള്ളൂ. പക്ഷേ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ഡൈനാമൈറ്റ് വടാപ്പാവ് ഡൈനാമൈറ്റ് എന്ന് പറഞ്ഞപ്പോഴേ അവരെ അതങ്ങ് സീരിയസ് ആയിട്ട് എടുത്ത് പൊളിച്ച് നോക്കി. ഡൈനാമൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് നോക്കാൻ വേണ്ടി അകത്ത് ഫുള്ള് പച്ചമുളക് അരിഞ്ഞിട്ടേക്കുന്നു. നമ്മളെ അതങ്ങ് പുകച്ച് കളഞ്ഞു ഗൈസ്. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു, എരി കുറച്ച് കൂടുതലായിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ വൺ ഓഫ് ദ ചീസി പാവ് ഭാജി, ഇതൊരു സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇത്രയും കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പാവ് ബജിയാണ്. നല്ല ഗ്രേവിയും പിന്നെ ആ ചീസും എല്ലാം കൂടി അങ്ങോട്ട് മുക്കി എടുത്തിട്ടുണ്ടല്ലോ, ഒരു പിടി അങ്ങ് പിടിച്ച്. പിന്നെ ആ ഒരു എരിയും ഇതെല്ലാം കൂടി ഒന്ന് തേക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത്. സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിലേബി റാബ്ഡി, ഇതാണ് ജിലേബി റാബ്ഡി. പിന്നെ നമ്മുടെ മലായി കുൽഫി, അതും കഴിച്ച് വയറും നിറച്ചു. പിന്നെ അമ്മയുടെ സർട്ടിഫിക്കേഷനും. അപ്പം ബൈ ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ബൈ.